ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടൈറ്റിൽ അല്ലെങ്കിൽ തമ്മിൽ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. ഇന്ന് നമ്മളൊരു ടേബിൾ മേടിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിചാരിക്കും ടേബിൾ മേടിക്കാൻ പോണതിന് എന്തിനപ്പോൾ വീഡിയോ ഉണ്ടാക്കേണ്ട ആവശ്യം എന്നുള്ളത്. ആക്ച്വലി ഇത് വൺ ഓഫ് മൈ വിഷ് ലിസ്റ്റാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം കുറേ കാര്യങ്ങൾ എന്താ പറയുക പാളിപ്പോയിട്ടുണ്ടെങ്കിലും അവസാനമായിട്ട് കുറച്ച് നല്ല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അപ്പം അതിലൊന്നാണ് എൻ്റെ ഈ ഒരു ടേബിൾ. ഞാൻ ഇപ്പോൾ ഈ ടേബിളിൽ ഇരുന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ടേബിളിൽ വെച്ചിട്ടാണ് എൻ്റെ ഫോണിൽ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ ടേബിൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു ആർട്ട് കോർണർ വേണം, അല്ലെങ്കിൽ എൻ്റേതായ ഒരു സ്പേസ് ലൈക്ക് ടു ഡു മൈ വർക്ക്. എൻ്റെ പെയിൻറ്റിങ്സ് ആയാലും എന്ത് ചെയ്യുകയാണെങ്കിലും ബുക്ക് വായിക്കുകയാണെങ്കിലും ഒരു കോസി സ്പേസ് എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ കഴിഞ്ഞ റൂമിൽ, ഇപ്പോൾ എൻ്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവർക്ക് അറിയായിരിക്കും, ഞങ്ങളൊരു സ്റ്റുഡിയോ റൂമിലായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ ഒരു 1 BHK മാറി എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്. സോ വി ക്യാൻ ക്രിയേറ്റ് എ കോർണർ ഔട്ട് ഹിയർ. അപ്പം അങ്ങനെ നമ്മൾ പോയിട്ട് എന്താ പറയുക ഒരു ടേബിള് മേടിച്ചു. അതിൻ്റെ വീഡിയോ ആണ് ഇത് കേട്ടത്. അപ്പോൾ ഞാൻ കുറേ തപ്പി, ലൈക്ക് ഇവിടെ അടുത്തുള്ള സ്റ്റോറിലൊക്കെ തപ്പി. ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു ടേബിൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് പോയത് ഐക്കയിലേക്കാണ്. സോ അതിൻ്റെ വീഡിയോ ആണിത്. ഐക്കയിൽ നിന്നാണ് നമ്മൾ ഈ ടേബിൾ എടുത്തത്. ടേബിൾ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾക്ക് അതിൽ കണ്ടാൽ തന്നെ അറിയാം, ഞാൻ അതിൽ പറയുന്നുണ്ട് ഏത് ടേബിളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ലാസ്റ്റ് എല്ലാം സെറ്റൊക്കെ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്, എന്നാലും കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ട്. ഓക്കെ, സോ അപ്പോൾ അതിനെ പറ്റിയിട്ടാണ്. ഇത് വൺ ഓഫ് മൈ വിഷ് ലിസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റേതായ ഒരു സ്വന്തം ടേബിൾ, ഇവിടെ ഇരുന്ന് എൻ്റെ കാര്യങ്ങൾ ചെയ്യുക, എൻ്റെ വർക്ക് ചെയ്യുക, അങ്ങനെ ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങൾ. സോ നിങ്ങളെന്തായാലും ആ വീഡിയോ കണ്ടിട്ട് വരും. ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. എൻ്റെ എക്സ്ട്രോ പറയും, കാരണം എൻ്റെ എക്സ്ട്രോ ഞാൻ എടുക്കാൻ മറന്നുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഞാൻ അത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു, പക്ഷെ അന്ന് ഭയങ്കര ധൃതിയിലാണ് ഇറങ്ങിപ്പോയത്. അപ്പം ഞാൻ മിഡ് വേ തന്നെ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. അത് കാരണം എനിക്ക് എക്സ്ട്രോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ നിങ്ങൾ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. സോറി, എനിക്ക് തുടക്കം തൊട്ടേ എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ടേബിൾ മേടിക്കാനായിട്ട് പോവുകയാണ്. വൺ ഓഫ് മൈ വിഷ് ലിസ്റ്റ് ഞാൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. എനിക്ക് ചെറുപ്പം തൊട്ടേ ആഗ്രഹമായിരുന്നു എൻ്റേതായ ഒരു കോർണർ, എൻ്റേതായ ഒരു സ്പേസ്, അവിടെ ഇരുന്ന് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനത്തെ ഒരു ആഗ്രഹം എനിക്ക് ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ പോകുമ്പോഴും നമുക്ക് ഓരോ രീതിയിലായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ കംപ്ലീറ്റ്ലി ഒന്ന് സെറ്റിൽഡ് ആയപ്പം നമുക്ക് നമ്മളുടേതായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ടേബിൾ മേടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അതിപ്പോൾ എത്ര വലിയ കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഇച്ചിരി വലിയ കാര്യമാണ്. കാരണം അതെൻ്റെ ഒരു വിഷ് ലിസ്റ്റാണ് കേട്ടോ. സോ ഇത് പോണ വഴിക്കാണ് കേട്ടോ. ഞങ്ങൾ ഐക്യക്കാണ് പോയത്. ഈവനിങ് ആയിരുന്നു പോയത്. പെട്ടെന്നായിരുന്നു തീരുമാനം എടുത്തതും. അപ്പോൾ പോണ വഴിക്ക് കണ്ട സൺസെറ്റാണ് കേട്ടോ. അന്ന് എന്താ നല്ല സൺസെറ്റിന് ഭയങ്കര ഒരു ഭംഗിയായിരുന്നു. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ സൺസെറ്റ്. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കും കൂടെ ചെയ്യാണ് എങ്ങനത്തെ ടേബിളായിരിക്കും ഞാൻ എടുക്കാൻ പോകുന്നത്. എനിക്ക് ഉറപ്പ് പോലും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് ടേബിൾ എടുക്കുന്നുള്ളത്. കാരണം ഞാൻ ഓൾറെഡി നോക്കി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ പോയിട്ട് വേണം നോക്കാനുള്ള രീതിയിലായിരുന്നു ഞാൻ. അപ്പോൾ അതുകൂടാതെ തന്നെ നമ്മൾ അടുത്തുള്ള സ്റ്റോറുകളിലുമൊക്കെ ഞാൻ കുറേ തപ്പി. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പോയി ഐക്യ ഏകദേശം എത്താറായിട്ടോ. അപ്പോൾ പോണ വഴിക്ക് അന്ന് ഇവിടുത്തെ നാഷണൽ ഡേയുടെ തലേ ദിവസമായിരുന്നു. അത് കാരണം നല്ല ട്രാഫിക്കായിരുന്നു, കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടോ. അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് ട്രാഫിക്കൊക്കെ ഇതാക്കി നമ്മൾ ഐക്യയിലെത്തി. ഐക്യ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മൾ പണ്ടൊക്കെ പോയിരുന്നത് ഫ്രണ്ടിൽ കൂടെ തന്നെ കയറാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ പാർക്കിങ്ങിലൂടെ പോയിട്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് കയറേണ്ടത്. ഓക്കെ, സോ ഇതാണ് ഐക്യയുടെ മോളിൽ കൂടെയുള്ള എൻട്രൻസ്. വേറെ വെളിയിൽ നിന്നുള്ള എൻട്രൻസും കൂടി ഉണ്ട് കേട്ടോ. അതിൽ കൂടെയാണ് സാധാരണ കയറി വരാറ്. ഇങ്ങനെയാണ് പ്രശ്നം കയറി വന്നത്. ഇതാണ് നമ്മുടെ ഐക്യയുടെ ഫ്രണ്ട് വ്യൂ. ഓക്കെ, അപ്പോൾ കയറിയത് നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായി. ചായ കുടിക്കാമെന്ന് വിചാരിച്ച് കയറിയപ്പോൾ നമ്മളവിടെ കുറേ ഈറ്റബിൾസൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വിശന്നു. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഐക്യത്തെ ഫുഡ് ട്രൈ ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അവിടെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ മേടിക്കണ പോലെ മേടിച്ചിട്ട് അതിങ്ങനെ ബില്ല് ചെയ്യുക. അതിനുശേഷം നമ്മൾ അത് അവിടെ കൊണ്ടുപോയി ഇരുന്ന് കഴിക്കുക.
പിന്നെ നമുക്ക് കോഫിയും ഈ ജ്യൂസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ. ഒരു വട്ടം നമ്മൾ ആ കപ്പും ഇതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചൊക്കെ ശേഷം നമ്മൾ ഐക്കയുടെ ഉള്ളിൽ കയറി. ഇത് ഫേർണിച്ചറിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഈ സോഫ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണുള്ളത്. കുറേ അങ്ങോട്ട് നടന്നു പോകുമ്പോഴാണ് നമുക്ക് ഈ നമ്മുടെ എന്താ പറയുക സ്റ്റഡി ടേബിള്, വർക്ക് ടേബിൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരിക. സോ ഇതാണ് നമ്മൾ കണ്ടുവച്ച ടേബിൾ കേട്ടോ. ഇത് നോക്കി പിന്നെ ഈ ഒരു ടേബിളും നോക്കി കേട്ടോ. പക്ഷേ ഇതിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തിയായില്ല. അപ്പോൾ ഈ 2 ടേബിൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ടേബിളൊക്കെ ഇച്ചിരി റേറ്റ് ഉള്ളതായിരുന്നു. അത് കാരണം അത് ഞാൻ അങ്ങനെ എടുത്തില്ല. അപ്പോൾ ആ ഫസ്റ്റ് കണ്ട ടേബിളില്ലേ അതാണ് കേട്ടോ നമ്മൾ എടുത്തത്. സോ അവർ നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു, അങ്ങനെ ഫിക്സ് ചെയ്യേണ്ടത് അത് ഇതെന്ന്. പിന്നെ അതിന് ശേഷം നമ്മൾ താഴെ പോയപ്പോൾ കുറേ ലൈറ്റൊക്കെ കണ്ടു. ഏട്ടൻ പറഞ്ഞ് നമുക്കൊരു ലൈറ്റ് എടുത്താലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞപ്പോഴാണ് നമ്മളൊരു ലൈറ്റും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവരുടെ ലൈറ്റ്സിൻ്റെ സെക്ഷനാണ്. ഇഷ്ടംപോലെ ലൈറ്റ്സ് ഉണ്ട് കേട്ടോ. നമുക്കൊരു വാം ലൈറ്റ് വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്തു. അത് ടേബിളിൻ്റെ ഒപ്പം പർച്ചേസ് ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഐക്യ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇവിടുത്തെ വെയർ ഹൗസ് എന്തൊരു വലുതാണെന്നറിയോ. നമുക്ക് എങ്ങനെയാണ് ഇവരുടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ സ്വയം അസംബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവരുടെ എല്ലാ പ്രോഡക്ട്സും കേട്ടോ. ഞങ്ങളും അങ്ങനെയാണ് വിചാരിച്ചത് ഫസ്റ്റ്. ഈ ചെയറും ഒരു ചെയറും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെയറും പിന്നെ ടേബിളാണ് എടുത്തത്. ഇത് ചെയറാണ് കേട്ടോ. അതിലൊരു നമ്പർ ഉണ്ടാവും. നമ്മൾ തന്നെ പോയി ഇവിടെ വെയർ ഹൗസിൽ പോയി തപ്പിയെടുക്കണം. ഇതാണ് ടേബിൾ. ഈ ടേബിൾ എടുക്കണതിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഭയങ്കര വെയിറ്റ് ആയിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഇത് തന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ തന്നെ അസംബിൾ ചെയ്യാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അത് നടന്നില്ല ഗൈസ്. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഡെലിവറി സെക്ഷനിൽ കൊടുത്തിട്ട് അവർ ഡെലിവറി ചെയ്തിട്ട് അവർ തന്നെ അസംബിൾ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. കാരണം ഞങ്ങളെ കൊണ്ട് നടക്കുന്ന പരിപാടിയെല്ലാം ഞങ്ങൾക്കത് ഒന്ന് എന്താ പറയുക എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകണം. ആകെ ലൈറ്റ് മാത്രം ഞങ്ങളുടെ ഒപ്പം കൊണ്ടുവന്നു കേട്ടോ. ഇതാണ് നമ്മൾ കൊണ്ടുവന്ന ലൈറ്റ്. ഇതിന് നമുക്ക് മാനുവൽ നോക്കിയിട്ട് ഇത് ഫിക്സ് ചെയ്യണം. പക്ഷെ എന്താ പ്രശ്നം അറിയോ, ഇതിപ്പോൾ അവിടെ നമ്മൾ ഇതിൻ്റെ സാധനം കൊടുക്കുന്നതാണിത്. കാരണം ഇവിടെ ഇതില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് അവിടെയാണ്. ഇതൊക്കെ സെൽഫ് അസംബിൾ ആണ് കേട്ടോ. നമുക്ക് ഈസിലി അസംബിൾ ചെയ്യാൻ പറ്റും. പക്ഷേ മറ്റേ ടേബിളും അതും ഇത്തിരി ഹെവി ആയതുകൊണ്ട് അത് നമ്മൾ ഡെലിവറി ചെയ്ത് അവർ തന്നെ അസംബിൾ ചെയ്ത് തരും. ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ല തോന്നുന്നു. നോക്കാം, നമുക്ക് ഫിക്സ് ചെയ്ത് നോക്കാം അല്ലേ. ആർ യു ഹാപ്പി? അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മൾ മേടിക്കാൻ പോയത് നാഷണൽ ഡേയുടെ തലേ ദിവസമാണ് എന്നുള്ളത്. അപ്പോൾ നാഷണൽ ഡേയുടെ അന്ന് എന്തായാലും ഡെലിവറി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടുത്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ ഒരു 2 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മുടെ ടേബിളും ചെയറും കിട്ടിയത്. സോ ഇങ്ങനെയാണ് കേട്ടോ അവർ കൊണ്ടുവരിക. അവരുടെ വണ്ടി തന്നെ വരും. എന്നിട്ട് 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടേബിളും ടേബിൾ അവർ തന്നെ അവരുടെ ടൂൾസും കാര്യങ്ങളൊക്കെ വെച്ച് അതിൽ ഓൾറെഡി ടൂൾസ് ഉണ്ട്. എന്നാലും ഇത് ഇത്തിരി ഹെവി ആയ കാരണമാണ് നമ്മൾ അവരോട് തന്നെ വന്ന് അസംബിൾ ചെയ്ത് തരാൻ പറഞ്ഞത് കേട്ടോ. അപ്പം അങ്ങനെ അവർ വന്ന് ഇതുപോലെ അവരുടെ ആ ഡ്രില്ലിങ് മെഷീൻ, ഈ ഡ്രില്ലിങ് മെഷീനും സാധനങ്ങളൊന്നും നമ്മളുടെ കയ്യിലില്ല, ഈ ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമൊന്നും. അപ്പോൾ അവരാകുമ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ ചെയ്ത് തരുമല്ലോ. അപ്പോൾ അങ്ങനെ അവർ വന്ന് ചെയ്തു തന്നു. സോ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. ഇതാണ് എൻ്റെ ടേബിൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ടേബിൾ ഞാൻ എത്ര നോക്കിയാലും എനിക്ക് മതിയാവുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ കണ്ടല്ലോ വീഡിയോ. അപ്പോൾ അതാണ് നമ്മുടെ ടേബിൾ. ഓക്കെ, ഇനി ആ ടേബിൾ എങ്ങനെയുണ്ട് എന്ന് കാണണ്ടേ, ഞാൻ എന്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണണ്ടേ. ഞാൻ സാധാരണ യൂസ് ചെയ്യണ ലൈക്ക് എൻ്റെ പെയിൻറ്റിങ് ടൂൾസ് കാര്യങ്ങൾ അതൊക്കെയാണ് ഇപ്പോൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ ടാബ്, എൻ്റെ ബുക്സ് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ പ്രസൻറ്റായിട്ട് ഇപ്പോൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബുക്ക്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ അതൊക്കെയാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ടേബിൾ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നമ്മുടെ ടേബിൾ. അടിപൊളിയായിട്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ടേബിൾ. എന്താണെന്നല്ല, എസ്പെഷ്യലി ഇതിൻ്റെ ഈ ഒരു മേലെ ഭാഗവും ഇങ്ങനെ താഴെ ഭാഗവും വരുന്ന ആ ഒരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി ഞാൻ സ്റ്റോറേജ് ഉള്ള സംഭവമാണ് നോക്കിയത്, പക്ഷെ അങ്ങനത്തെ ഒരു ടൈപ്പ് എനിക്ക് കിട്ടിയില്ല. സ്റ്റോറേജ് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പം ജസ്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി കുറേ കാര്യങ്ങൾ ഇവിടെയൊക്കെ ചെയ്യാനുണ്ട്. ഇത് ഞങ്ങളുടെ അവിടെ റൂമിലുണ്ടായിരുന്ന പോൾറേറ്റ് ഫോട്ടോസ് ഇവിടെ തന്നെ ഞാൻ അതിനെ ഫിക്സ് ചെയ്തു. പിന്നെ ഇത് നമ്മൾ അവിടെ നിന്ന് മേടിച്ച ലാമ്പാണ് കേട്ടോ.
ഐക്യയിൽ നിന്ന് തന്നെ മേടിച്ച ലാമ്പാണ്. ഇത് ആക്ച്വലി നമ്മൾ ഇവിടെ എന്താ പറയുക ഹോളിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹോളിൽ വെച്ചപ്പോൾ അതിനൊരു ഭംഗി കുറവെന്തോ. അപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് കൊണ്ട് വെച്ചപ്പോൾ അത് കറക്റ്റ് തന്നെ മാച്ചായിട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവച്ചതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ടേബിൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, ഇനിയിപ്പോൾ ഇതിലിരുന്ന് പല കാര്യങ്ങളും ചെയ്യാൻ്റെ എൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഇനി പെയിൻറ്റിങ് ചെയ്യാനുള്ള കുറേ പെയിൻറ്റിങ്സിൻ്റെയൊക്കെ കുറേ സാധനങ്ങളൊക്കെയാണ്. പിന്നെ അതിൻ്റെ കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ ഇപ്പം മേലെ ഇരിക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒന്നും കൂടെ ഓർഗനൈസ് ചെയ്ത് എടുക്കണം. ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂ കോർണർ ഓഫ് ദിസ് ഹൗസ് ആൻഡ് ഓൾസോ ദിസ് ചെയർ. ഈ ചെയറും ഉണ്ട് കേട്ടോ. ചെയറാകുമ്പോൾ എനിക്ക് ആടി ഇവിടെ ഇരുന്ന് എൻ്റെ വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ. അപ്പോൾ അതാണ് നമ്മുടെ ടേബിൾ. അപ്പോൾ അതാണ് എൻ്റെ ടേബിൾ. നിങ്ങൾ കണ്ടല്ലോ. ഈ ലൈറ്റ് ഇടുമ്പോൾ നല്ലൊരു കോസി എഫക്റ്റാണ്. ഞാൻ നൈറ്റ് ആകുമ്പോൾ ഈ ലൈറ്റ് ഇടും, എന്നിട്ട് ഇവിടെ ഇരുന്ന് എൻ്റെ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി. ഇത് ഞാൻ ആക്ച്വലി മേടിക്കാൻ പോയത് ഡിസംബർ ഇവിടുത്തെ നാഷണൽ ഡേൻ്റെ മുന്നേ ഉള്ള ദിവസമായിരുന്നു ഞാൻ മേടിക്കാൻ പോയത്. ഇത് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യേണ്ടത് ഏകദേശം ഇന്നിപ്പോൾ 29th നൈറ്റാണ് കേട്ടോ. എനിക്കിത് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഇരുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഇത് എന്താ പറയുക, ഈ വർഷത്തെ ലാസ്റ്റ് വ്ളോഗായിരിക്കും. യെസ്, ഞാൻ ഈ വർഷം കുറേ വ്ളോഗ് ചെയ്തിട്ടില്ല, കൺസിസ്റ്റൻ്റ് ആയിരുന്നില്ല. ഇറ്റ്സ് ട്രൂ, ബിക്കോസ് ഓഫ് സോ മെനി തിങ്സ്. ഓക്കെ, പിന്നെ ഈ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് ടോട്ടലി എൻ്റെ ഒരു ഇയർ ആയിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം കുറേ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ച പോലെയൊന്നും നടന്നില്ല. പക്ഷെ ദർ വേർ സം മൊമെൻറ്റ്സ്, സം തിങ്സ് യുനോ, നമുക്ക് ഹാപ്പിനെസ് തരുന്ന ചില കാര്യങ്ങൾ, കുറേ ആഗ്രഹങ്ങൾ നടന്നു. അങ്ങനെ ഒരു 50-50 എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു എന്താ പറയുക, 80-20 അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. കാരണം അത്രയും മോശം വർഷമായിരുന്നു. യെസ്, അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഇത് എന്തായാലും ന്യൂ ഇയറിന് മുന്നേ ഞാൻ ഇടാൻ ശ്രമിക്കാം. ന്യൂ ഇയറിന് മുന്നേ തന്നെ ഇടുമായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. 2025 എനിക്ക് അതൊക്കെ തന്നെ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വർഷം ഇതിലും ഗംഭീരമായിട്ടുള്ള വീഡിയോസും കൊണ്ട് ഞാൻ വരാൻ ശ്രമിക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കും വല്ല കണ്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ, ഞാൻ ശ്രമിക്കാം. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റാവുന്ന വീഡിയോസ് കണ്ടൻസൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തായാലും കമൻറ്റ് ചെയ്യണം താഴെ. ഓക്കെ, ഇത് ലാസ്റ്റ് വ്ളോഗാണ് ഈ വർഷത്തെ. സോ ഡു കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കാരണമാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. ഒരു ലൈക്കും കൂടെ എത്തിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു വെരി ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ 2026. എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പോൾ അടുത്ത വർഷം കാണാം. ടാറ്റാ, ബൈ.